നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ഏജസ് ക്വസ്റ്റ്യൻ ആണ് ചെയ്തിരുന്നത്. അതിന്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. തറവാകാൻ വേണ്ടി കുറച്ചധികം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇവിടെ എന്തായിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദിനേഷ് ഈസ് യങ്ങർ ടു രോഹൻ ബൈ 9 years. ഇഫ് their ages are in respective ratio 4:5, how old is ദിനേഷ്? ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം ഞാൻ തന്നിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടണം. നമ്മൾ ഇതുവരെ പഠിച്ച ഏജസ് ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ വരണം. അതായത് പേപ്പറിന്റെയോ പേനയുടെയോ ആവശ്യമില്ലാണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തണം. ആ രീതിയിലുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. എങ്കിൽ ഒന്നും കൂടി ഞാൻ സാധാരണ മെത്തേഡും എളുപ്പ വഴിയെല്ലാം ഒന്നുകൊണ്ട് പറഞ്ഞു തരാം. നിങ്ങൾക്കൊന്ന് മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടി നോക്കാം എന്തായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് ദിനേഷ് ഈസ് യങ്ങർ ടു രോഹൻ ബൈ 9 years. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ദിനേഷ് ഈസ് യങ്ങർ ടു രോഹൻ ബൈ 9 years. ആരാ വലിയ ആൾ? റോഹൻ അല്ലേ വലിയ ആൾ. അപ്പൊ റോഹന്റെ ഏജ് നമ്മൾ നോക്കുന്നു. റോഹൻ ഒരു എക്സ് ഏജ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി റോഹൻ ഒരു എക്സ് വയസ്സുണ്ടെങ്കിൽ ദിനേഷ് അയാളെക്കാൾ ഇളയതാണ്, യങ്ങറാണ്. എത്ര വയസ്സ്? 9 years യങ്ങറാണ്. എങ്കിൽ ദിനേഷിന്റെ ഏജ് എത്രയായിരിക്കും? ആ റോഹന്റെ ഏജിനേക്കാൾ ഒരു 9 വയസ്സ് കുറവായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ക്വസ്റ്റ്യനിൽ പ്രസന്റ് ഏജിന്റെ കാര്യമൊന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ എല്ലാം എന്തായിട്ട് വിചാരിക്കുക? പ്രസന്റ് ഏജ് ആയിട്ട് തന്നെ വിചാരിക്കുക. പ്രസന്റേജ് ഓഫ് ദിനേഷാണ്, പ്രസന്റേജ് ഓഫ് രോഹനാണ്, അങ്ങനെ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ പറയുന്ന ഈ ഒരു കണ്ടീഷനുള്ള അവരുടെ ഏജിന്റെ റേഷ്യോ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 4:5 എന്ന്. എങ്കിൽ നമുക്ക് ഈ ദിനേഷിന്റെയും റോഹന്റെയും ഏജിന്റെ റേഷ്യോ എടുത്താൽ എങ്ങനെ കിട്ടും? ആദ്യം ദിനേഷിന്റെ കാര്യമല്ലേ പിന്നെ റോഹന്റെ കാര്യമല്ലേ പറഞ്ഞേ? എങ്കിൽ ആദ്യം ദിനേഷിന്റെ കാര്യം തന്നെ നമ്മൾ എഴുതണം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആദ്യം ദിനേഷിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ റേഷ്യോയിൽ ആദ്യം എന്തായിരിക്കും? ദിനേഷിന്റെ റേഷ്യോയിലേക്ക് ആദ്യം വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്തെടുക്കണം? ദിനേഷിന്റെ കാര്യം ആദ്യം എഴുതണം. അത് കഴിഞ്ഞിട്ട് എന്തെടുക്കണം? റോഹന്റെ കാര്യം പിന്നെ എടുക്കണം. നമ്മൾ റേഷ്യോ തന്നെ A:B തന്നെയാണ്, A/B. അപ്പോൾ ദിനേഷ് ബൈ റോഹൻ എടുക്കുന്നു. ദിനേഷ് ഈസ് ടു റോഹൻ, അവരുടെ ഏജിന്റെ റേഷ്യോ എടുക്കുന്നു. ദിനേഷിന്റെ ഏജ് എത്രയായിരുന്നു? നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത് ഒരു X-9 ആയിരുന്നു. റോഹന്റെ എത്രയായിരുന്നു? X ഏജ് ആയിരുന്നു. എങ്കിൽ ക്വസ്റ്റ്യൻ പറയുന്നു ദിനേഷ് ഈസ് ടു റോഹൻ എത്രയായിരുന്നു? ഒരു 4:5 ആണെന്ന്. സോൾവ് ചെയ്ത ആൻസർ ആയില്ലേ? സോൾവ് ചെയ്ത് നോക്കാം. എത്ര കിട്ടുന്നു? 5x - 45 is equal to 4x. 4x ഇപ്പുറത്തേക്ക് വരുന്നു. 5x - 4x എത്രയിടും? x is equal to -45 അപ്പുറത്തേക്ക് പോകുന്നു. 45 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ ആയി എക്സിന്റെ വാല്യൂ. പക്ഷേ എക്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? റോഹൻ ആയിരുന്നു. നമുക്ക് വേണ്ടത് എന്താ? ഫൈൻഡ് ഹൗ ഓൾഡ് ഈസ് ദിനേഷ്. ദിനേഷിന്റെ ഏജ് ആണ് വേണ്ടത്. എങ്കിൽ ദിനേഷിന്റെ ഏജ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്കിപ്പോൾ കിട്ടിയ എന്തായിരുന്നു? റോഹന്റെ ഏജാണ് നമുക്ക് കിട്ടിയത്. റോഹന്റെ ഏജ് കിട്ടി 45. എങ്കിൽ ദിനേഷിന്റെ ഏജ് എത്രയായിരിക്കും? ദിനേഷ് ഇസ് ഈക്വൽ ടു റോഹൻ -9 years. അതായത് 45 - 9 എത്ര കിട്ടും? 36 എന്ന് കിട്ടും. അതായത് ദിനേഷിന്റെ പ്രസന്റേജ് ഓഫ് ദിനേഷ് എത്ര കിട്ടും? പ്രസന്റേജ് ദിനേഷ് 36 years കിട്ടും. അപ്പൊ ഇതായിരിക്കും നമ്മുടെ എന്ത് കറക്റ്റ് ആൻസർ. നമുക്കിത് സോൾവ് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. നമ്മൾ റേഷ്യോ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ സോൾവ് ചെയ്ത് നമുക്കറിയാം. വേറെ കാര്യങ്ങളൊന്നും നോക്കണ്ട. പക്ഷേ ഇതിന്റെ ഏതെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇത്രയും പോലും ആവശ്യമില്ല. നമ്മൾ മിക്ക ക്വസ്റ്റ്യനും കാണുമ്പോൾ തന്നെ ഇത് നമുക്ക് എളുപ്പ വഴിയാണ്. ഇത് ഈസി ആയിട്ട് കിട്ടും. വേറെ ചിന്തിക്കാനൊന്നുമില്ല. നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് കാണുമ്പോൾ തന്നെ അത് ചെയ്യാണ്ട് നമുക്ക് ആൻസർ ചെയ്യാനുള്ള മെത്തേഡ് കിട്ടണം. അത് ഞാൻ മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എവിടെയെങ്കിലും ഒരു റേഷ്യോയും ആ റേഷ്യോന് ഡിഫറൻസും തരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ റേഷ്യോന്റെ ഡിഫറൻസ് എടുത്ത് ആ ആക്ച്വൽ വാല്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ റേഷ്യോ ഡിഫറൻസ് എത്രയാ? 1 അല്ലേ? ആ 1 എന്ന് പറഞ്ഞ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 9 years അല്ലേ? അപ്പോൾ 1 റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്നത് 9 years ആണെങ്കിൽ നമുക്ക് വേണ്ടത് ദിനേഷിന്റെയാണ്. ദിനേഷിന്റെ റേഷ്യോ എത്രയാ? 4 അല്ലേ? അപ്പോൾ 4 റേഷ്യോ എത്ര? 1 റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്നത് 9 years ആണെങ്കിൽ 4 റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്നത് എത്രയായിരിക്കും? 1 9 ആയി. അപ്പോൾ 1 എത്ര മൾട്ടിപ്പിൾ ആണ്? 4. 1 4 മൾട്ടിപ്പിൾ ആണ് 4. എങ്കിൽ 9 4 മൾട്ടിപ്പിൾ ആയിരിക്കും ഇതിന്റെ ആക്ച്വൽ വാല്യൂ. 9 × 4 എത്ര കിട്ടും? 36 എന്ന് കിട്ടും. അതായിരിക്കും നമ്മുടെ ആൻസർ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ മൈൻഡ് ചെയ്താൽ മതി. നമ്മൾ മൈൻഡ് നോക്കുന്നു. ഡിഫറൻസ് 1 ആണ്. 1ന്റെ റേഷ്യോ 9 ആണ്. ദിനേഷിന്റെ റേഷ്യോ 4 ആണ്. അപ്പോൾ 1 9 ആണെങ്കിൽ 4 എത്ര? 1 9 ആണെങ്കിൽ 4 എത്രയായിരിക്കും? 4 × 9 36 ആയിരിക്കും ആൻസർ. അപ്പോൾ ആ ഒരു സെക്കൻഡ്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്യണം? ആൻസറിൽ എത്തിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ഈ മൈൻഡ് കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിനെ എന്ത് ചെയ്തു? ഇവരുടെ റേഷ്യോ 4:5 ആയിരുന്നു. അതായത് ദിനേഷ് ഈസ് ടു റോഹൻ 4:5 ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? അവരുടെ ആക്ച്വൽ വാല്യൂ ആക്കി. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കേട്ടോ. ഇതൊരു ബേസിക് കാര്യമാണ്. ഇതിനേക്കാൾ കുറച്ചും കൂടി നമ്മൾ എന്താ പറയുക എളുപ്പത്തിൽ ചെയ്ത് ശീലിക്കണം. ഇത് തന്നെ എക്സിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുക? ഒരു പേപ്പർ പേന വേണം എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ എക്സ് എന്ന് ഇടേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതിനെ ഡിഫറൻസ് എടുത്തങ്ങ് ചെയ്താൽ മതി. പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ എക്സ് ഇട്ട് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ദിനേഷിന്റെ റോഹന്റെ റേഷ്യോ എത്രയാണ്? 4:5 ആയിരുന്നു. അവരുടെ ആക്ച്വൽ ഏജിലേക്ക് മാറ്റുന്നു.
ഏത് റേഷ്യോനെ ആക്ച്വൽ വാല്യൂക്ക് എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു വേരിയബിൾ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അപ്പോൾ ദിനേഷിന്റെ പെർസെൻറ്റേജ് കിട്ടി, റോഹന്റെ പെർസെൻറ്റേജ് കിട്ടി. ഇനി 4x വാല്യൂ കണ്ടുപിടിച്ചാൽ ആൻസറായി. അതല്ലേ നമ്മുടെ കൺസെപ്റ്റ്. പക്ഷേ പറയുന്നു ഇവരുടെ രണ്ടുപേരും ഏജിന് ഡിഫറൻസ് 5x മൈനസ് 4x. ഏജിന് ഡിഫറൻസ് എത്രയാണെന്ന്? 9 ആണെന്ന്. ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ ഏജ് ഡിഫറൻസ് 9 ആണെന്ന്. എങ്കിൽ നമുക്ക് എത്ര കിട്ടും? x = 9 കിട്ടും. x 9 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട 4x ആണ്. 4 × 9 എത്ര കിട്ടും? 36 കിട്ടും. ഈ ഒരു മെത്തേഡിൽ സോൾവ് ചെയ്താലും മതി. പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പേപ്പറും പേനയും വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ മൈൻഡ് ചെയ്യണം. അവരുടെ ഏജിന് ഡിഫറൻസ് നമുക്കറിയാം 4, 5, റേഷ്യോ 1. അപ്പോൾ റേഷ്യോ 1 ആണെങ്കിൽ ആ റേഷ്യോന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് എന്ത്? 9. അപ്പോൾ ഒരു റേഷ്യോന്റെ കറസ്പോണ്ടിങ് വാല്യൂ 9 ആയാൽ നമുക്ക് വേണ്ടത് 4 റേഷ്യോയിലെ ആളുടെ വാല്യൂ ആണ്. അപ്പോൾ 4 റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് വാല്യൂ എന്താകുമെന്ന് കണ്ടുപിടിക്കേണ്ടത്. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ ആൻസറായി. അതേ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ മാർക്ക് × 1. ക്വസ്റ്റ്യൻ മാർക്ക് = 4 × 9 36. എങ്ങനെ ചിന്തിച്ചാൽ ആൻസറാണ്. അല്ലെങ്കിൽ 1 4 ആകുന്ന എപ്പോഴാണോ അതേ രീതിയിൽ 9 എക്സ്പാൻഡ് ചെയ്താൽ മതി. 1 എപ്പോഴാണ് 4 ആവുന്നത്? × 4 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ. എങ്കിൽ 9 × 4 ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ ഏത് രീതിയിൽ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക, നിങ്ങൾ ഇതിൽ ഏത് മെത്തേഡ് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയും എളുപ്പ വഴികളൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒക്കെ തരുന്നത്. നമുക്ക് ഇനി 1-2 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. എന്തായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ? Father is 4 times the age of his daughter. If after 5 years he would be 3 times of his daughter's age, then further after 5 years, how many times he would be of his daughter's age? ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം. അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമുക്ക് 2, 3, 4 രീതിയിലൊക്കെ ചെയ്യാം. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ 1-2 മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. എളുപ്പമുള്ള വഴികളും പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്ന ആ മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഇതിനകത്ത് ഞാൻ ആദ്യം ഒരു മെത്തേഡ് പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ പെർസെൻറ്റേജ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന കണ്ടീഷൻ നമ്മൾ എന്തായിട്ട് എടുക്കുക? പെർസെൻറ്റേജ് ആയിട്ട് എടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും അത് പെർസെൻറ്റേജ് ആണെന്ന്. ഇവിടെ പറയുന്നത് ഫാദർ ഈസ് 4 times ഏജ് ഓഫ് ഹിസ് ഡോട്ടർ. അപ്പോൾ ആ പറഞ്ഞ കണ്ടീഷൻ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? പെർസെൻറ്റേജ് ആയിട്ട് എടുക്കുന്നു. എങ്കിൽ ഈ പെർസെൻറ്റേജ് ഓഫ് ഫാദറിനെ നമ്മൾ എന്തെങ്കിലും വേരിയബിൾ വിളിക്കണമല്ലോ. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഫാദറിന് ഒരു F വയസ്സുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി X Y എന്തിട്ടാലും മതി. പെർസെൻറ്റേജ് ഫാദർ ഞാൻ F ആയിട്ടിട്ടു. പെർസെൻറ്റേജ് ഓഫ് ഡോട്ടർ ഞാനൊരു D ആയിട്ടിട്ടു. അപ്പോൾ ഇപ്പം ഫാദറിന് എത്ര വയസ്സുണ്ട്? F വയസ്സുണ്ട്. ഇപ്പം ഡോട്ടറിന് എത്ര വയസ്സുണ്ട്? D വയസ്സുണ്ട്. അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി പറയുന്നു ഫാദർ ഈസ് 4 times the age of his daughter. എന്ന് വെച്ചാൽ എഫിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു 4D ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഡോട്ടറിന് എത്ര വയസ്സുണ്ടോ അതിന്റെ 4 times ആയിരിക്കും ആരുടെ വയസ്സ്? ഫാദറിന്റെ വയസ്സ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇഫ് ആഫ്റ്റർ 5 years ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ അപ്പോൾ ഫാദറിന് എത്ര വയസ്സാവും? ഇപ്പം ഫാദറിന് F വയസ്സുണ്ട്. എങ്കിൽ ആഫ്റ്റർ 5 years എന്ത് സംഭവിക്കും? F + 5 ആവും. ഇപ്പം എത്ര വയസ്സുണ്ട്? 50 ഉണ്ടെങ്കിൽ 5ന്റെ കൂടെ 5 വയസ്സോടെ കൂടി ഫാദറിന്റെ എത്രയായി? F + 5 ആയി. ആഫ്റ്റർ 5 years he would be 3 times of his daughter's age. അപ്പോൾ ആഫ്റ്റർ 5 years ആണെങ്കിൽ ഫാദർ എത്രയാവും? F + 5 ആവും. അതുപോലെ ഡോട്ടർ എത്രയാവും? ഇപ്പം ഡോട്ടറിന് എത്ര വയസ്സുണ്ട്? ഇപ്പം ഡോട്ടറിന് D വയസ്സുണ്ട്. അപ്പം 5 വർഷം കഴിഞ്ഞാൽ ഡോട്ടറിന് എത്ര വയസ്സ് കൂടും? ഒരു 5 വയസ്സ് കൂടും. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായോ? ഇപ്പൊ ഫാദറിന് എത്ര വയസ്സുണ്ടോ അതിനേക്കാൾ 5 വയസ്സ് ഫാദറിന് ഇപ്പൊ കൂടും. ഡോട്ടറിന് ഇപ്പൊ എത്ര വയസ്സുണ്ടോ അതിനേക്കാൾ 5 വയസ്സ് ആർക്ക് കൂടും? ഡോട്ടറിന് കൂടും. അങ്ങനെ 5 വർഷം കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? ഹി വുഡ് ബി 3 times ഓഫ് ഹിസ് ഡോട്ടർ. അപ്പോൾ ഉള്ള ഡോട്ടറിന്റെ ഏജിന്റെ എത്ര ടൈംസ് ആയിരിക്കും? ഒരു 3 times ആയിരിക്കും ഫാദർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇക്വേഷൻസ് ഈ ഒരു സോൾവ് ചെയ്ത കാര്യം മനസ്സിലായ? അപ്പോൾ ഇതിന് ഞാൻ ഒരു 2 ഇക്വേഷൻ ആയിട്ട് മാറ്റി. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 സോൾവ് ചെയ്താൽ മതി. നമുക്ക് 2 വേരിയബിൾ 2 ഇക്വേഷൻ ആണെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും F ഉള്ളതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 4D കൊടുത്താൽ ഡോട്ടറിന്റെ ഏജ് കിട്ടും. ഈ എഫിന് വരെ ഞാൻ 4D കൊടുക്കുന്നു. 4D + 5 = 3D + 15 കിട്ടി. സോൾവ് ചെയ്താൽ മനസ്സിലായല്ലോ. നോക്കാം. 4D - 3D D = 15 - 5 10 കിട്ടി. അപ്പം പെർസെൻറ്റേജ് ഓഫ് ഡോട്ടർ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. പെർസെൻറ്റേജ് ഓഫ് ഡോട്ടർ 10 ആണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഫാദർ എത്രയായിരിക്കും? എത്രയാണ് ഡോട്ടറിന്റെ ഏജ്? അതിന്റെ 4 times ആയിരുന്നു ഫാദർ എത്രയായിരിക്കും? 40 ആയിരിക്കും. എഴുതി കിട്ടിയ മനസ്സിലായോ? നമുക്കിപ്പോൾ ആൻസർ കിട്ടിയ എന്തായിരുന്നു? പെർസെൻറ്റേജ് ഓഫ് ഡോട്ടറും കിട്ടി, പെർസെൻറ്റേജ് ഓഫ് ഫാദറും കിട്ടി. ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദെൻ ഫർദർ ആഫ്റ്റർ 5 years മീൻസ് ആൾറെഡി 5 yearsന്റെ കഥ പറയുന്നുണ്ട്. ഇനി വീണ്ടും ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ അപ്പോൾ പെർസെൻറ്റേജിനേക്കാൾ എത്ര കൂടണം? ഒരു 10 വയസ്സ് വീതം കൂടണം. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ആദ്യം പെർസെൻറ്റേജിന്റെ കാര്യം പറഞ്ഞു, എന്നിട്ട് 5 വർഷം കൂടി കഴിഞ്ഞ കാര്യം പറഞ്ഞു, എന്നിട്ട് വീണ്ടും പറയാം ഇനിയും ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ അവരുടെ ഏജുകൾ തമ്മിലുള്ള റേഷ്യോ എത്ര? അപ്പോൾ ആക്ച്വലി പെർസെൻറ്റേജിന് എത്ര കൂട്ടണം? ഓരോ 10 വർഷം വീതം കൂട്ടണം. കാരണം
ആൾറെഡി 10 വയസ്സ് കൂടിയ കഥ പറയുന്നുണ്ട്, വീണ്ടും ആൾറെഡി 5 വയസ്സ് കൂടുന്ന കഥ പറയുന്നുണ്ട്, വീണ്ടും ഒരു 5 വയസ്സ് കൂടി കൂടുന്ന കഥ പറയുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കൂടുമ്പോൾ എത്ര വയസ്സ് കൂടണം? രണ്ടുപേരുടെയും പ്രസന്റ് ഏജിനേക്കാൾ ഒരു 10 വയസ്സ് കൂടണം. എങ്കിൽ അപ്പോൾ അവർക്ക് എത്ര വയസ്സാവും? ഫാദറിന് 50 വയസ്സാവും, സണ്ണിന് 20 വയസ്സാവും. എങ്കിൽ അപ്പോഴുള്ള ഫാദറും സണ്ണും തമ്മിലുള്ള ഏജിന്റെ റേഷ്യോ ആണ് വേണ്ടത്. അവരുടെ ഏജ് അല്ല വേണ്ട, അവരുടെ ഏജിന്റെ റേഷ്യോ. ഫാദർ ഈസ് സൺ എത്ര കിട്ടും? 50:20. അയ്യോ, റേഷ്യോ അല്ല വേണ്ട, ഫാദറും ഡോട്ടറും തമ്മിലുള്ള എത്ര ടൈംസ് ആണെന്നാണ് വേണ്ടത്. അപ്പോൾ എത്ര ടൈംസ് ആണെന്ന് നോക്കാം. 15:20 അല്ലേ? നോക്കിയേ, ഹൗ മെനി ടൈംസ് ഓഫ് ഫാദർ എന്നല്ലേ ചോദിച്ചേക്കുന്നത്. എങ്കിൽ ഒരു 20 ആഫ്റ്റർ 10 years ഫാദറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഡോട്ടറിന്റെ ഏജിൽ എത്ര ടൈംസ് ആണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഡോട്ടറിന്റെ എത്ര ടൈംസ് വന്നാൽ ഫാദർ ആകും? നമുക്കറിയാം ഡോട്ടറിന്റെ ഏജ് 20 ആണെന്ന്, ഫാദറിന്റെ ഏജ് 50 ആണെന്ന്. എങ്കിൽ 20ന്റെ കൂടെ എത്ര ടൈംസ്, 20ന്റെ എത്ര ടൈംസ് ആയിരിക്കും 50? 20ന്റെ 2.5 ടൈംസ് അല്ലേ 50 എന്ന് പറയുന്നത്? 20 × 2 40, 20 × 0.5 10. 20ന്റെ ഒരു 2.5 ടൈംസ് ആയിരിക്കും എന്ത്? ഈ പറഞ്ഞ ഫാദറിന്റെ ഏജ്. അപ്പോൾ ആൻസർ എത്ര കിട്ടും? ഒരു 2.5 ടൈംസ് ആൻസർ കിട്ടും. അതല്ലെങ്കിൽ 50/20 ചെയ്താൽ മതി. നമുക്ക് എത്ര ടൈംസ് എന്നല്ലേ വേണ്ടത്? 50/20 ചെയ്യാം. 0/5/2 നമുക്ക് എത്ര കിട്ടും? 2.5 എന്ന് കിട്ടും. എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടും? ഈ പറഞ്ഞ ഡോട്ടറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഫാദറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഡോട്ടറിന്റെ ഏജ് എത്ര ടൈംസ് ആയിരിക്കും? ഒരു 2.5 ടൈംസ് ആയിരിക്കും. പ്രസന്റ് ഏജിൽ ഒരു 4 ടൈംസ് ആയിരുന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ അതൊരു 3 ടൈംസ് ആയി. ഇനി 10 വർഷം കഴിഞ്ഞാൽ അതൊരു 2.5 ടൈംസ് ആവും. അപ്പോൾ ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇതല്ലാതെ ഇതുപോലെ തന്നെ വേറൊരു ചെറിയ മെത്തേഡ് ഉണ്ട്, അതും പറഞ്ഞു തരാം. ഇത്രയും ലെങ്തി അല്ല. നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ 2 വേരിയബിൾ കൊടുത്തില്ലേ, ഇതിന് പകരം ഒരു വേരിയബിൾ കൊടുത്താലും മതി, ആൻസർ കിട്ടും. അതായത് നമ്മൾ വിചാരിക്കുന്നു ഡോട്ടറിന്റെ ഏജ് ഒരു എക്സ് ആയിട്ട് വിചാരിച്ചു. സ്വാഭാവികമായിട്ടും ഫാദറിന്റെ ഏജ് എത്രയായിരിക്കും? അതിന്റെ 4 ടൈംസ് 4x. ഇത് പ്രസന്റ് ഏജിന്റെ അതല്ലേ പറയുന്നത്. പ്രസന്റ് ഏജ് ഡോട്ടർ എക്സ് ആയിട്ട് വിചാരിച്ചാൽ പ്രസന്റ് ഏജ് ഫാദർ എത്രയാവും? ഒരു 4x ആവും. അങ്ങനെയാണെങ്കിൽ ഇനി വീണ്ടും പറയുന്നത് ആഫ്റ്റർ 5 years ഡോട്ടറിന് എന്ത് സംഭവിക്കും? x+5 ആകും. ഫാദറിന് എന്ത് സംഭവിക്കും? ഒരു 4x+5 ആകും. അപ്പോൾ അവരുടെ ഏജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ x+5ന്റെ 3 ടൈംസ് ആയിരിക്കും ഈ 4x+5. അതായത് ഡോട്ടറിന്റെ ഏജിന്റെ 3 ടൈംസ് ആയിരിക്കും അപ്പോഴുള്ള ഫാദർ. ഇത് ഡോട്ടർ അല്ലേ, ഇത് ഫാദർ അല്ലേ? അപ്പോൾ 5 വർഷത്തിന് ശേഷം ആഫ്റ്റർ 5 years ഡോട്ടറിന്റെ ഏജ് എത്ര? x+5 ആവും. ഫാദറിന്റെ ഏജ് 4x ആയിരുന്നു, അതിന്റെ കൂടെ 5 വയസ്സ് കൂടെ കൂടും. അങ്ങനെയുള്ള ഫാദറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ അപ്പോഴുള്ള ഡോട്ടറിന്റെ ഏജിന്റെ 3 ടൈംസ് ആണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. സോൾവ് ചെയ്താൽ മതി. ഒറ്റ വേരിയബിളിലോ വേഗം സോൾവ് ചെയ്യാം. 3x+15 = 4x+5. 4x 3x അപ്പുറത്തേക്ക് പോകുന്നു. x = 15 - 10 കിട്ടും. എക്സിന്റെ കാര്യം നമുക്ക് ഒറ്റ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. നേരത്തെ 2 വേരിയബിൾ ഉണ്ടായിരുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഒറ്റ ഇക്വേഷൻ തന്നെ നമുക്ക് എന്ത് കിട്ടും? x 10 എന്ന് കിട്ടി. x എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഡോട്ടറിന്റെ ഏജ് ആണ് 10. അപ്പോൾ ഫാദറിന്റെ ഏജ് എത്രയായിരിക്കും? 40 എന്ന് കിട്ടും. പ്രസന്റ് ഏജ് അല്ലേ പറയുന്നത്. നേരത്തെ പോലെ തന്നെ, ബാക്കിയുള്ള സ്റ്റെപ്പ് അല്ല, നേരത്തെ പോലെ സെയിം. അതായത് ആഫ്റ്റർ ഫർദർ 2 ടൈംസ് 5 years ആഫ്റ്റർ. അപ്പോൾ എത്ര കിട്ടും? ഫാദറിന്റെ ഏജ് 40 + 10 എത്രയാവും? 50 ആകും. ഡോട്ടറിന്റെ ഏജ് എത്രയാവും? 10 + 10 20 ആവും. ഇനി ഡോട്ടറിന്റെ എത്ര ടൈംസ് ആണ് ഫാദർ എന്നല്ല കണ്ടുപിടിക്കേണ്ടത്. എത്ര ടൈംസ് എന്നറിയാൻ ഫാദർ ബൈ ഡോട്ടർ ചെയ്താൽ മതി. 50/20. 50/20 നമുക്ക് എത്ര കിട്ടും? 2.5 എന്ന് കിട്ടും. ഡോട്ടറിന്റെ എത്ര ടൈംസ് ആയിരിക്കും? 2.5 ടൈംസ് ആയിരിക്കും ഫാദർ. അതായത് ഡോട്ടറിന് ഇപ്പോൾ 20 ഏജ് അല്ലേ, അതിന്റെ 2.5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫാദറിന്റെ ഏജ് കിട്ടും. അതാണ് ആൻസർ. ഇപ്പൊ ആൻസർ എത്ര കിട്ടും? 2.5 ആയിരിക്കും ആൻസർ. അപ്പൊ അങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം. ഇനി ഇതല്ലാണ്ട് ചെയ്യാൻ പറ്റും. തൽക്കാലം ഞാൻ ഈ 2 മെത്തേഡ് പറയുന്നുള്ളതേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനകത്ത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണെന്ന്. എന്തായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ? അബി ഈസ് ഏജ്ഡ് 3 times more than his brother Ronit. After 8 years, he would be 2 times of Ronit's age. After further 8 years, how many times would be Ronit's age? ഇത് ചെയ്യുന്നൊരു എളുപ്പ വഴി ഇക്വേഷനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. റേഷ്യോ പഠിപ്പിച്ചപ്പോൾ തന്നെ ഇക്വേഷൻ പറഞ്ഞിരുന്നു. നോക്കിയേ, അബി ഏജ്ഡ് 3 times more than his brother Ronit എന്നല്ലേ പറയുന്നത്. അതായത് അബി എന്ന് പറയുന്നത് ആളുടെ ബ്രദർ റോണിത്തിനേക്കാൾ ഒരു 3 times അധികം ഏജ് അധികമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണല്ലോ ചോദ്യം. അബിയുടെ ഏജ് ഞാനിവിടെ എന്തായിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ട്രഡീഷണൽ മെത്തേഡ് ചെയ്യുന്നില്ല, എളുപ്പവഴി പറഞ്ഞുതരാം. നോക്കിയേ, എളുപ്പവഴി നിങ്ങൾക്ക് മനസ്സിലായോ? 2 കാലഘട്ടം തന്നിട്ടുണ്ട്. 2 കാലഘട്ടത്തിലും അവരുടെ ഏജിന്റെ
ഓരോ എത്ര ടൈംസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. നമുക്ക് ABCD എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ സോൾവ് ചെയ്തിരുന്നില്ലേ, ആ ഇക്വേഷൻ വെച്ച് ചെയ്താലും മതി. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് തെറ്റും ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. അബി ഈസ് ഏജ്ഡ് 3 times more than his brother റോണിത് എന്നല്ലേ. അപ്പൊ റോണിത്തിന് എത്ര വയസ്സുണ്ടോ അതിനേക്കാൾ ഒരു 3 times അധികമാണ് ആരുടെ ഏജ്, അബിയുടെ ഏജ്. എങ്കിൽ അബിയുടെ ഏജ് റോണിത്തിന്റെ ഏജ് റേഷ്യോ ഓഫ് അബി ഈസ് ടു റോണിത് എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും നോക്കാം. പെർസെന്റേജ് ഓഫ് അബിയും റോണിത്. പെർസെന്റേജ് ഓഫ് അബി എത്രയായിട്ട് എടുക്കണം നോക്കിയാൽ. അബീസ് ഏജ് ഇസ് 3 times more than his brother റോണിത്. റോണിത്തിന്റെ റേഷ്യോ 1 ആണെങ്കിൽ അബിന്റെ റേഷ്യോ എത്രയായിരിക്കും, 3 ആയിരിക്കും. റോണിത്തിന് എത്രയുണ്ടോ അതിന്റെ 3 times അധികമാണ് ആർക്ക്, അബിയുടെ ഏജ്. ഇനി പറയുന്നു ആഫ്റ്റർ 8 years, ഒരു 8 വർഷം കഴിഞ്ഞാൽ, നമുക്ക് ഇതൊക്കെ അറിയാന്നുള്ളതുകൊണ്ടാണ് ABCDX ഒക്കെ ഞാൻ ഇങ്ങനെ വേഗം എഴുതുന്നത്. ആഫ്റ്റർ 8 years he would be 2 times of റോണിക്സ് ഏജ്. ഒരു 8 വർഷം കൂടി കഴിഞ്ഞാൽ റോണിത്തിന്റെ ഏജിന്റെ 2 times ആയിരിക്കും അബിയുടെ ഏജ്. ഈ ഇക്വേഷൻ എഴുതിയ മനസ്സിലായല്ലോ. ABCDX എല്ലാം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ എത്ര കിട്ടും, പെർസെൻറ്റേജ് ഓഫ് ആരുടെ വേണ്ടുന്നത്, റോണിത്തിന്റെ ഏജ് വേണ്ടത്. പെർസെൻറ്റേജ് ഓഫ് റോണിത്ത് നമുക്ക് കിട്ടും. ഇത് പെർസെൻറ്റേജ് ആണ് മുകളിൽ എഴുതിയത് കൊണ്ട് നമുക്ക് പെർസെൻറ്റേജ് ഓഫ് റോണിത്തെ കിട്ടുള്ളൂ. പെർസെൻറ്റേജ് ഓഫ് റോണിത്ത് എത്ര കിട്ടും നോക്കിയേ. C - D 1, AD - BC 1 into X 8 into B 1 എത്ര കിട്ടും. പെർസെൻറ്റേജ് ഓഫ് റോണിത്ത് എത്ര കിട്ടും, 8 years കിട്ടും. പക്ഷെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ആദ്യം ഒരു ആഫ്റ്റർ 8 years, അപ്പോൾ ഒരു 8 വർഷം കൂടി കഴിഞ്ഞു. ഇനി ഫർദർ ആഫ്റ്റർ 8 years, വീണ്ടും ഒരു 8 വർഷം കൂടി കഴിയുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 24 years കിട്ടും. തെറ്റിപ്പോരുത്. പെർസെൻറ്റേജ് കണ്ടുപിടിച്ചിട്ട് പ്ലസ് ഒരു 8 മാത്രം ചെയ്ത് ആൻസർ കണ്ടുപിടിക്കരുത്. കാരണം എന്താ, ഒരു ആദ്യം പറഞ്ഞ പെർസെൻറ്റേജിൽ നിന്നും ആദ്യം ഒരു 8 വർഷം കഴിഞ്ഞ കഥ പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആൻസർ വേണ്ടത് വീണ്ടും ഫർദർ 8 years ആഫ്റ്റർ എന്ന് പറയുന്നുണ്ട്. വീണ്ടും ഒരു 8 വർഷം കൂടി കഴിഞ്ഞാൽ അയാൾക്ക് എത്ര വയസ്സെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കണം. ഇതല്ലെങ്കിൽ നമ്മൾ നോക്കിയേ, ആഫ്റ്റർ 8 years ഉള്ള ആഫ്റ്റർ 8 years ഉള്ള അവരുടെ റേഷ്യോ എത്രയായിരുന്നു, 2:1 ആയിരുന്നു. 2:1 ആയിരുന്നു. ഇനി പെർസെൻറ്റേജ് എത്രയായിരുന്നു, 3:1 ആയിരുന്നു. അവർ ആ രണ്ട് ഏജുകൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എത്രയായിരുന്നു, 8 ആയിരുന്നു. ഇത് സോൾവ് ചെയ്താൽ ഈ പറയുന്ന റോണിത്തിന്റെ ഏജ് എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടില്ലേ. ആ കിട്ടുന്ന ഏജ് എത്രയായിരിക്കും, ഒരു 8 വർഷത്തിന് ശേഷമുള്ളതായിരിക്കും. സോൾവ് ചെയ്യാം. C - D 3 - 1 2 കിട്ടി. AD - BC 1 കിട്ടി. ഇൻറ്റു X 8 കിട്ടി. ഇൻറ്റു റോണിത്തിന്റെ റേഷ്യോ 1 കിട്ടി. അപ്പോൾ റോണിത്തിന്റെ 8 × 2 16 കിട്ടി. അപ്പോൾ റോണിത്തിന്റെ ഏജ് നമുക്ക് കിട്ടി 16. നോക്കിയേ, ഈ 16 എന്ന് പറഞ്ഞത് എന്തായിരുന്നു, ആഫ്റ്റർ 8 years മുകളിൽ കിടക്കുന്ന എന്താണോ ആ കാലഘട്ടം, ആ കാലഘട്ടത്തിലെ വാല്യം കിട്ടുന്നത്. അപ്പം 8 വർഷത്തിന് ശേഷം റോണിത്തിന് എത്രയായിരുന്നു, 16 years ആയിരുന്നു നമുക്ക് കിട്ടി. പക്ഷെ വേണ്ടത് എന്താ, ഫർദർ ആഫ്റ്റർ 8 years. അപ്പൊ 16 + 8 നമുക്ക് എത്ര കിട്ടും, 24 എന്ന് കിട്ടും. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക. നമുക്ക് എളുപ്പത്തിൽ ഏത് രീതി ചെയ്താലും മതി. പെർസെൻറ്റേജ് ആദ്യം വെച്ചാൽ നമുക്ക് പെർസെൻറ്റേജ് ആയിരിക്കും കിട്ടുന്നത്. അതിനേക്കാൾ എത്രയാണ് കൂട്ടേണ്ടത് കറക്റ്റായിട്ട് കൂട്ടുക. ആദ്യം ഒരു 8 കൂട്ടി, വീണ്ടും ഒരു 8 കൂട്ടി, അങ്ങനെ കൂട്ടി ചെയ്യണം. ഇനി അതല്ല നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ആഫ്റ്റർ 8 years ഉള്ള റേഷ്യോ ആണ് ആദ്യം എഴുതുന്നെങ്കിൽ അതിനുശേഷം ഒരു 8 കൂടെ കൂട്ടിയാൽ മതി. കാരണം ആ ഒരു കാലഘട്ടത്തിനേക്കാൾ ഒരു 8 വർഷം കൂടി അധികം വെച്ചാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ തെറ്റിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ പെർസെൻറ്റേജ് ചെയ്തിട്ട് പ്ലസ് ഒരു 8 മാത്രം ചെയ്തിട്ട് ആൻസർ ഓപ്ഷൻ നോക്കരുത്. കാരണം എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത് കാര്യമുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇത് ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യാത്തതാണ്. കാരണം നമ്മൾ ആ ട്രഡീഷണൽ മെത്തേഡിൽ ഒരുപാട് തവണ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ എളുപ്പവഴിയിൽ ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്ന്.